സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഹര നമ പാർവതിപതയേ, ഹര ഹര മഹാദേവ. ശാസ്ത്രങ്ങൾ പറയും, ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് ഒരു ഗൃഹസ്ഥൻ ചെയ്ത് വീട്ടേണ്ടതായ ചില കടങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നാണ് പിതൃക്കളോടുള്ള കടം. പിതൃക്കളോടുള്ള കടം വീട്ടാൻ സത്സന്താനങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. സത്പുത്രന്മാരുടെ ജന്മം കൊണ്ട് മാത്രമാണ് പിതൃക്കളോടുള്ള കടമൊക്കെ നിവർത്തിക്കുന്നത്. ഒരാളുടെ മരണശേഷം അയാളെ ഓർക്കുന്ന അവകാശികൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ജന്മത്തിൽ ചെയ്തിരിക്കേണ്ടതായ പുണ്യം. ആ പുണ്യം ആവോളം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരിലാണ് ഇന്ന് എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നാമരൂപങ്ങളൊക്കെ ത്യജിച്ച് ആ ചൈതന്യം സ്വധാമത്തെ പ്രാപിച്ചു എങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് എല്ലാവരും ഇവിടെ ഇങ്ങനെ കൂടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൃപ നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇതൊരു മാതൃകയാകട്ടെ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു. വളർത്തി വലുതാക്കുന്ന അച്ഛനമ്മമാരിൽ ശ്രദ്ധാഭക്തി ഉണ്ടാകട്ടെ, പിതൃക്കളോടൊരു ഭക്തി ഉണ്ടാകട്ടെ, അതിനുള്ള ഒരു നിമിത്തമാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഭാഗവതം തൃതീയ സ്കന്ധം നോക്കാം. ശ്രീമദ് ഭാഗവത മഹാപുരാണം 12 സ്കന്ധങ്ങളോട് കൂടിയതാണ്. 12 സ്കന്ധങ്ങളോട് കൂടിയ ഭാഗവത മഹാപുരാണത്തിൽ 1ഉം 2ഉം സ്കന്ധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ നടന്നു കഴിഞ്ഞതാണ്. ശ്രേഷ്ഠന്മാരായവർ ആ 1, 2 സ്കന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്തു കഴിഞ്ഞു. അതിൽ തന്നെ വ്യക്തിപരമായും ഗുരുസ്ഥാനത്തെ കാണുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന MS രാജചേട്ടനടക്കമുള്ളവരാണ് 1, 2 സ്കന്ധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിരിക്കുന്നത്. നമുക്ക് തൃതീയ സ്കന്ധം തൊട്ടാണ് നോക്കാനുള്ളത്. ഈ തൃതീയ സ്കന്ധത്തിൽ തൊട്ടുള്ള ഭാഗവതത്തിൻ്റെ ഈ നോട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ ആചാര്യൻ തന്നെ പറഞ്ഞിരിക്കുന്നു, പഠിക്കാം ഇനി തൃതീയാദികൾ ഓരോന്നിനാൽ. തൃതീയ സ്കന്ധം മുതലുള്ളത് കേവലം പാരായണം ചെയ്യാൻ ഉള്ളത് മാത്രമല്ല, പഠിക്കാനുള്ളതാണ്, അധ്യയനം ചെയ്യാനുള്ള വിഷയങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തൃതീയ സ്കന്ധം മുതലുള്ളതിൽ കൊടുത്തിരിക്കുന്നത്. ഭാഗവതം തൃതീയ സ്കന്ധം ആരംഭിക്കുന്നത് വിതുര മൈത്രേയ സംവാദ രൂപത്തിലാണ്. പാണ്ഡവരുടെയും കൗരവരുടെയും ഇളയച്ചനായിരിക്കുന്ന വ്യാസപുത്രനായിരിക്കുന്ന വിതുരരെ മൈത്രേയ ഭഗവാന്റെ അടുക്കൽ നിന്നും ബ്രഹ്മവിദ്യ അധ്യയനം ചെയ്യുന്നതാണ്, അദ്ദേഹത്തിൻ്റെ സംശയത്തിന് നിവൃത്തി വരുത്തുന്നതാണ് തൃതീയ സ്കന്ധത്തിൻ്റെ ഇതിവൃത്തമായിട്ടിരിക്കുന്നത്. ആ തൃതീയ സ്കന്ധം ആരംഭിക്കുന്നത് കിളിപ്പാട്ട് ഭാഗവതത്തിൽ എഴുത്തച്ഛൻ തത്തയോടുള്ള സംവാദമായിട്ടാണ്. എഴുത്തച്ഛൻ തത്തയോട് ചോദിക്കുകയാണ്, ചൊല്ലുടൂ ശേഷം കഥകൾ കിളിപ്പെണ്ണേ, അല്ലയോ കിളിപ്പെണ്ണേ, ശേഷം കഥകളും നീ എനിക്ക് പറഞ്ഞു തരിക. അപ്പോൾ ശേഷം കഥകൾ പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ ഇതിനു മുൻപ് തത്ത എന്തു പറഞ്ഞു കഴിഞ്ഞു? കുറേയേറെ കഥകൾ പറഞ്ഞു കഴിഞ്ഞു. പ്രഥമ സ്കന്ധവും ദ്വിതീയ സ്കന്ധവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ചൊല്ലുകിൽ കിളിമുകൾ കേട്ടുടൻ ഉര ചെയ്ത. ഇത് കേട്ടുടനെ ആ ശ്രേഷ്ഠയായിരിക്കുന്ന തത്ത പറയാൻ തുടങ്ങി. ഇവിടെ ഈ തത്ത ശ്രേഷ്ഠയാണെന്ന് പറയാനൊരു കാരണമുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ ധാരാളം തത്തകളെ കണ്ടിട്ടുള്ളവരാണ്. പക്ഷേ ഞാനോ നിങ്ങളോ കണ്ടിട്ടുള്ള ഒരു തത്തയല്ല എഴുത്തച്ഛൻ്റെ തത്ത. ആ തത്തയോട് ഉപമിക്കാൻ സാധിക്കുന്ന യാതൊരു വിധമായ ലക്ഷണവും ഈ തത്തയ്ക്ക് ഇല്ല. എഴുത്തച്ഛൻ കിളിപ്പെണ്ണേ എന്ന് പറയുന്ന അതിൽ നിന്ന് മാത്രമാണ് നമുക്ക് സാമാന്യ തത്തയോട് സാമ്യം തോന്നുന്നത്. ആ പേര് കൊണ്ട് മാത്രമുള്ള സാമ്യതയും ഉള്ളൂ. സ്വഭാവം കൊണ്ട് യാതൊരു വിധം സാമ്യവും
സാമാന്യമായ തത്തയോട് ആർക്കില്ല? എഴുത്തച്ഛൻ്റെ തത്തയ്ക്കില്ലെന്ന് എഴുത്തച്ഛൻ ആദ്യം തന്നെ വർണ്ണിച്ചു. പ്രഥമസ്കന്ധത്തിൻ്റെ ആരംഭത്തിൽ തന്നെ തൻ്റെ തത്ത എപ്രകാരമുള്ളതാണെന്ന് എഴുത്തച്ഛൻ പറഞ്ഞു കഴിയുന്നുണ്ട്. എഴുത്തച്ഛൻ പറയുന്നു പ്രഥമസ്കന്ധത്തിൽ, ആദിമൂലശ്രീ പരമാനന്ദ സ്വതയിൽ നിന്നാദരാൽ ഉണർന്നിഴിഞ്ഞീടിനൊരമൃതവും പാനം ചെയ്ത് അനുദിനം ആനന്ദിച്ച് അലസാദ മാനസപത്മത്തിങ്കൽ വാഴും പൈങ്കിളിപ്പെണ്ണു. തൻ്റെ തത്ത എപ്രകാരമുള്ളതാണ്? ആദിമൂലശ്രീ പരമാനന്ദ സ്വതയിൽ നിന്നാദരാൽ ഉണർന്നിഴിഞ്ഞീടിന് അമൃതപാനം ചെയ്യുന്നവളാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ആദി കാരണമായിട്ടിരിക്കുന്ന ആ പരമാത്മാവിനെയാണ് ആദിമൂലം എന്ന ശബ്ദം കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ആദിമൂലമായിരിക്കുന്ന പരമാനന്ദ സ്വരൂപനായിരിക്കുന്ന ബ്രഹ്മതത്വത്തെ സദാ ഇങ്ങനെ ചിന്തനം ചെയ്തുകൊണ്ട് അലസാതെ ആ ആനന്ദം സദാ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവളാണ് തൻ്റെ തത്ത. സാമാന്യ ഒരു തത്തയല്ല. ഒരു തത്തയ്ക്കും ബ്രഹ്മതത്വത്തെ ചിന്തനം ചെയ്യാനുള്ള എന്തില്ല? പ്രാപ്തിയില്ല. പക്ഷെ എഴുത്തച്ഛൻ്റെ തത്ത ഒട്ടും അലസാതെ മടിക്കാതെ സദാ ആ ബ്രഹ്മതത്വത്തെ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന തത്തയാണ്. ഇനി ആ തത്ത എവിടെയാണ് ഇരിക്കുന്നത്? മാനസപത്മത്തിങ്കൽ വാഴും പൈങ്കിളിപ്പെണ്ണ്. തൻ്റെ മനസ്സാകുന്ന താമരപ്പൂവിൽ ഇരുന്നു പോരുന്നവളാണ് ഈ തത്ത. അല്ലാതെ വൃക്ഷത്തിൻ്റെ മുമ്പിലൊന്നും ഇരിക്കുന്ന തത്തയെക്കുറിച്ചല്ല ആര് പറഞ്ഞത്? എഴുത്തച്ഛൻ പറഞ്ഞത്. തൻ്റെ മനസ്സാകുന്ന താമരപ്പൂവിൽ ഇങ്ങനെ ഇരുന്നു പോരുന്ന അല്ലയോ തത്തയെ എന്ന് വിശേഷിപ്പിച്ചത്. ആ തത്തയോട് അപേക്ഷിച്ചതും മാനുഷജന്മം പഴുതായി കഴിഞ്ഞിടും മുൻപേ മാനസം തെളിഞ്ഞ് ദിവ്യ ആനന്ദ സ്വാഭാവികം സാധിപ്പാൻ എളുതായ സാധനം അതേതൊന്നുള്ളൂ. എൻ്റെ ഈ മനുഷ്യജന്മം ഇല്ലാതാകുന്നതിന് മുൻപ് സ്വാഭാവികമായിരിക്കുന്ന ആനന്ദം എനിക്കുണ്ടാകാൻ എളുതായ മാർഗം, എളുപ്പമുള്ള മാർഗം ഏതാണ്? ഞാനും നിങ്ങളും അടക്കമുള്ളവരും സകലരും പരിശ്രമം ചെയ്യുന്നത് ആനന്ദത്തിന് വേണ്ടിയാണ്, സുഖമായിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സകല പ്രവൃത്തിയും ചെയ്യുന്നത്. ആണോ അല്ലേ? പക്ഷെ ഏതെല്ലാം പ്രവൃത്തിയിലേക്ക് പോയിട്ടും എനിക്ക് നിങ്ങൾക്ക് എന്ത് സിദ്ധമാകുന്നില്ല? സ്ഥായിയായ സുഖം കിട്ടുന്നില്ല, സ്വാഭാവികമായിരിക്കുന്ന സുഖം കിട്ടുന്നില്ല. ആ സ്വാഭാവികമായ സുഖം കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഇതാണ് ആരോട് ചോദിക്കുന്നത്? ആ സ്വാഭാവികമായിരിക്കുന്ന സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവളായ തത്തയോട് ചോദിക്കുന്നത്. ഒരു ചോദ്യം ആരോട് വേണം ചോദിക്കാൻ? അറിവുള്ളവനോട് വേണം ചോദിക്കാൻ. അതറിയുന്ന ആളോട് ചോദിക്കണം. തത്തയത് സദാ അറിഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ആ തത്തയോട് ആര് ചോദിച്ചത്? എഴുത്തച്ഛൻ ചോദിച്ചത്. അതിന് മടിക്കേണ്ട ആവശ്യം ഒട്ടുമില്ല. അതിന് തത്ത പ്രഥമസ്കന്ധത്തിൽ ഈ ഗ്രന്ഥത്തിന് അധികാരി ആരാണ് എന്ന് വ്യക്തമായിട്ട് ഉപദേശം ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെയുള്ള തത്തയോടാണ് പറഞ്ഞത്, ശേഷം കഥകളും നീ എനിക്ക് പറഞ്ഞു തരിക എന്ന്. ഇത് കേട്ടുടനെ കിളിമകൾ കേട്ടുടനെ ഇത് ചെയ്ത കേൾക്കേണ്ട താമസം തത്ത ഉപദേശിക്കാൻ ആരംഭിച്ചു. മഹാത്മാക്കളുടെ പ്രത്യേകത അത് കേട്ടു. മറ്റുള്ളവരോട് ഇത്രയേറെ കാരുണ്യം മഹാത്മാക്കൾക്കുണ്ടാകുന്നത് പോലെ വേറൊരാൾക്കുണ്ടാകില്ല. ഒരാൾ മഹത്വമുള്ളവനാണോ ഇല്ലയോ എന്ന് അറിയുന്നത് എങ്ങനെയാണെന്നറിയുമോ? കാരുണ്യമുണ്ടോ എന്ന് നോക്കിയ. മറ്റൊരാളോട് കാരുണ്യമുണ്ടെങ്കിൽ അയാളിൽ എന്തുണ്ടെന്ന അർത്ഥം? മഹത്വദൃഷ്ടിയുണ്ടെന്ന് മനസ്സിലായി. കേട്ടുടനെ തത്തത പറയാൻ ആരംഭിക്കുകയാണ്. സർഗാദ്യർത്ഥങ്ങൾ 10 ലക്ഷണങ്ങൾ പറഞ്ഞു ഭാഗവതത്തിൻ്റെ ദ്വിതീയ സ്കന്ധത്തിൻ്റെ അവസാനത്തിൽ. അവിടെ പറയുകയുണ്ടായി, സർഗാതിക്രമവശാൽ സർഗവും വിസർഗവും സ്ഥാനവും പോഷണവും സദ്ഗുണനിധേ പുനരൂതികൾ മന്വന്തരം ഈശാനുകഥാ നിരോധം പുനരിവിടെ ഭൂമീശ മുക്തിയും പിന്നേതാം ആശ്രയം. ദ്വിതീയ സ്കന്ധത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത് 10 വിധ ലക്ഷണത്തോടു കൂടിയതാണ് ഭാഗവതം. അതിൽ ആദ്യത്തെ ലക്ഷണമാണ് സർഗം, പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി. പിന്നീട് വിസർഗം, പിന്നീട് സ്ഥാനം, പിന്നീട് പോഷണം, പിന്നീട് ഊതി, പിന്നീട് മന്വന്തരം, അതിനുശേഷം ഈശാനുചരിതം, പിന്നീട് നിരോധം, മുക്തി, ആശ്രയം. ഇങ്ങനെ 10 ലക്ഷണങ്ങളോട് കൂടിയതാണ് ഭാഗവതം. എന്നിട്ട് അവിടെ തന്നെ പറഞ്ഞു, ഈ 10 ലക്ഷണങ്ങളിൽ 10ാമതാം ആശ്രയം അതിമുഖ്യം. 10ാമത്തെ ലക്ഷണമായിരിക്കുന്ന ആശ്രയമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്, പവിത്രമായത്. അതിനെ സാധിപ്പാനായി മറ്റ് 9 പതിച്ചിടുന്നു.
ആ ആശ്രയത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് മറ്റ് 9 ലക്ഷണങ്ങളും പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താ പറയുന്നു? സർഗാദി അർത്ഥങ്ങൾ 10 എന്നതിൽ തൃതീയത്തിൽ സർഗമായത്. അപ്പൊ 10 ലക്ഷണങ്ങളോട് കൂടിയ ഭാഗവത പുരാണത്തിൽ തൃതീയ സ്കന്ധത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് സർഗത്തെക്കുറിച്ചാണ്, സൃഷ്ടിയെക്കുറിച്ചാണ്, പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിയെക്കുറിച്ചാണ് തൃതീയ സ്കന്ധത്തിൽ ചർച്ച ചെയ്യുന്നത്. ജഗത് കാരണ സംഭൂതി, ഈ പ്രപഞ്ചത്തിൻ്റെ കാരണമായത് അതെന്താണെന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത്. എന്തിൽ നിന്നാണ് ഇതിൻ്റെ ഉത്പത്തി, അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു കുടം കാണുമ്പോൾ ഈ കുടം എന്തിൽ നിന്നുണ്ടായി എന്ന ചർച്ച. എന്തിൽ നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ മണ്ണിൽ നിന്നുണ്ടായി. അപ്പോൾ അവിടെ മണ്ണിനെ കുറിച്ചാണ് പിന്നെ ചർച്ച, കുടത്തെക്കുറിച്ചല്ല. മനസ്സിലാകുന്നു? അപ്പം മണ്ണിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ പ്രപഞ്ചം എന്തിൽ നിന്നുണ്ടായി എന്നതിനെക്കുറിച്ച് ചർച്ചക്കെടുക്കുമ്പോൾ പിന്നെ അവിടെ പ്രപഞ്ചത്തിന് എന്തില്ല, പ്രാധാന്യമില്ല. ചർച്ച ചെയ്യപ്പെടുന്നത് പ്രപഞ്ച കാരണത്തെക്കുറിച്ചാണ്. പ്രാപഞ്ചിക വിഷയങ്ങൾക്ക് ഇവിടെ എന്തില്ല, പ്രാധാന്യം ഒട്ടും തന്നെ ഇല്ല. ആകയാൽ കാരണസംഭൂതിയും മഹത്തത്വ ഉത്പത്തിയും സാരസാസന പ്രജാപതികൾ ഉത്പത്തിയും മൂലമായി വിതുര മൈത്രേയ സംവാദം കൊണ്ട് ആരംഭിക്കുന്നു. ഇവിടെ വിതുര മൈത്രേയ സംവാദത്തിലൂടെ തൃതീയ സ്കന്ധം ആരംഭിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. കാരണസംഭൂതിയും മഹത്തത്വ ഉത്പത്തിയും അതുപോലെ സാരസാസന പ്രജാപതികൾ ഉത്പത്തി, ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിക്ക് കാരണമായിരിക്കുന്ന പഞ്ചഭൂതങ്ങളുടെ ഉത്പത്തിയെക്കുറിച്ച് പറയണം. പിന്നീട് മഹത്തത്വത്തെക്കുറിച്ച് പറയണം. മഹത്തത്വം എന്നതുകൊണ്ട് ഇവിടെ പുരാണങ്ങളിൽ അർത്ഥമാക്കുന്നത് ഈശ്വരനെയാണ്. ഈശ്വരൻ്റെ ഉത്പത്തി എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയണം. പിന്നെയോ സാരസാസന പ്രജാപതികൾ ഉത്പത്തി, ബ്രഹ്മാവടക്കമുള്ള പ്രജാപതികൾ എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയണം. ഇതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ഈശ്വരനെക്കുറിച്ചും ജഗത്തിനെക്കുറിച്ചും അതുപോലെ സൃഷ്ടിയൊക്കെയാണ് ഇവിടെ എന്ത് ചെയ്യപ്പെടാൻ പോകുന്നത്, ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ഈ തൃതീയ സ്കന്ധത്തിൽ. അതിനുവേണ്ടിയാണ് വിതുരമൈത്രേയ സംവാദം കൊണ്ട് ഇത് ആരംഭിക്കുന്നത്. ഇപ്പൊ വിതുരമൈത്രേയ സംവാദം ഇവിടെ പറയാൻ കാരണം ഇത് ഇത്രയും മനസ്സിലാക്കാൻ വേണ്ടിയാണ്, സർഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി എന്താരംഭിക്കുകയാണ്, വിതുരമൈത്രേയ സംവാദം ആരംഭിക്കുകയാണ്. അതിനുള്ളൊരു ഇതിവൃത്തം ആദ്യമായിട്ട് മെനഞ്ഞെടുക്കുക. ധാർത്തരാഷ്ട്രന്മാർ അഭോമുന്നം പാർത്ഥന്മാരോട് വിപരീതമായി ഇരിക്കയാൽ ആർത്തരായി നശിക്കും. വിതുരർ ഉറപ്പിക്കുകയാണ്, ഈ ധൃതരാഷ്ട്ര പുത്രന്മാരായിരിക്കുന്ന ദുര്യോധനാദികൾ, അവരെയാണ് ധാർത്തരാഷ്ട്രന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവർ പാണ്ഡുവിൻ്റെ പുത്രന്മാരായിരിക്കുന്ന പാണ്ഡവന്മാരോട് വിപരീതമായി വിരോധം ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ വിരോധമുണ്ടായ കാരണം കൊണ്ട് ഇവർ നശിക്കും എന്ന ബോധം ആർക്കുണ്ടാകാൻ തുടങ്ങി, വിതുരർക്കുണ്ടാകാൻ തുടങ്ങി. മനസ്സിലാകും? അതങ്ങനെ എനിക്കിപ്പോൾ സിംഹത്തോട് വിരോധം ഉണ്ടായാൽ ആര് നശിക്കും? സിംഹം നശിക്കും, ഞാൻ നശിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഉറപ്പിച്ച് പറയും, എന്താണ് സ്വാമി അങ്ങോട്ട് പോകരുത്, ആണോല്ലോ? ഇതുപോലെ വിതുരർക്കും ബോധ്യമായി, പാണ്ഡുപുത്രന്മാരുടെ വിരോധമുണ്ടായാൽ അത് ധൃതരാഷ്ട്രയുടെ പുത്രന്മാർക്ക് എന്തിന് കാരണമാണ്, നാശകാരണമാണെന്ന് അറിഞ്ഞ് ഈ ധൃതരാഷ്ട്രപുത്രന്മാരോട് പല പ്രാവശ്യം വിതുരർ പറഞ്ഞു, ഹിതോപദേശങ്ങൾ പലതും കൊടുത്തു. എന്നാൽ എത്രയെല്ലാം ഹിതോപദേശങ്ങൾ കൊടുത്തിട്ടും അതിലൊന്നും അവർ പ്രവൃത്തരാകുന്നില്ല എന്നറിഞ്ഞുടനെ അത് കണ്ട് ഈ വണ്ണം പാർക്കരുത് ഇവിടെ എന്ന് ഓർത്തുതാൻ പുറപ്പെട്ടു. ധൃതരാഷ്ട്രപുത്രന്മാരുടെ നാശം കണ്ട് ഇവിടെ താൻ വസിക്കുന്നില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് വിതുരര് തീർത്ഥാടനത്തിന് പുറപ്പെട്ടു. അങ്ങനെ ചെന്നവൻ പ്രഭാസ തീർത്ഥാടനം പ്രാപിച്ചു. തീർത്ഥാടനം ചെയ്ത് വിതുരര് പ്രഭാസം എന്ന് പറയുന്ന തീർത്ഥത്തിൻ്റെ അടുക്കല് ചെന്നു. അവിടെ വെച്ച് വിതുരൻ അറിയുകയാണ്, മന്നവൻ അരികളെ കൊന്നു ഉടൻ ധർമ്മദേവന്റെ പുത്രനായിരിക്കുന്ന യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹം ശത്രുക്കളെയെല്ലാം നശിപ്പിച്ചുവെന്നും രാജ്യത്തെ അടക്കി വാണിടിന് എന്ന കഥ. എന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, പല രീതിയിൽ രാജ്യം അടക്കി ഭരിക്കാൻ തുടങ്ങി. പ്രജാക്ഷേമ തത്പരനായിരിക്കുന്ന ഒരു ഭരണാധികാരി അങ്ങനെയാണ് പ്രജാക്ഷേമം നടത്തേണ്ടത്. പലതരത്തിൽ പരിശ്രമം ചെയ്യണം. എന്തൊക്കെ ചെയ്താലാണ് പ്രജകൾക്കും രാജ്യത്തിനും ഹിതമുണ്ടാകുന്നതെന്ന് അറിഞ്ഞ് അപ്രകാരം എല്ലാമുള്ള പ്രവൃത്തിയാണ് അവർ ചെയ്തു പോരേണ്ടത്.
പ്രജാക്ഷേമ തത്പരനായിരിക്കുന്ന ഒരു ഭരണാധികാരി ചെയ്തു പോരേണ്ടതായിട്ടുള്ളത് മനസ്സിലാകുന്നു. അതുകൊണ്ട് പല തരത്തിലുള്ള പ്രവർത്തനങ്ങളും ആര് ചെയ്തു പോകുന്നു? ഈ ധർമ്മപുത്രരെ രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്തു പോകുന്നു. അങ്ങനെ പൂജ്യനായി അപ്രകാരമുള്ള പ്രവൃത്തികളൊക്കെ ചെയ്ത കാരണം കൊണ്ടാണ് ഈ ഭരണാധികാരിയായിരിക്കുന്ന ധർമ്മപുത്രർ എല്ലാവരാലും ആദരിക്കപ്പെടുന്നവനായിട്ട് മാറിയത്. അങ്ങനെ ആദരിക്കപ്പെട്ടു. ഇതും കേട്ടുകൊണ്ട് അവിടുന്ന് പോയിക്കൊണ്ടാൻ തീർത്ഥങ്ങളാണ് ചെയ്യുന്നത്. ഇതെല്ലാം വിതുരര് കേട്ടിട്ടും തിരിച്ച് ഇങ്ങനെ കുരുക്ഷേത്രത്തിലേക്ക് പോകാം എന്നല്ല ചിന്തിച്ചത്. വീണ്ടും അവിടുന്ന് തീർത്ഥാടനത്തിന് ആര് പുറപ്പെട്ടു? വിതുരര് പുറപ്പെട്ടു. അങ്ങനെ തീർത്ഥാടനം ചെയ്ത് ക്ഷേത്രങ്ങളും വായിക്കും ആനന്ദം കൊണ്ട് സേവിച്ചാൽ ഓരോ അനവധി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി. ഈ ക്ഷേത്രത്തിന് ദർശനം നടത്തി എന്ന് പറയുമ്പോൾ ഈ 2025 ഇത് പഠിക്കുന്ന നമുക്കാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ ക്ഷേത്രം എന്ന് ചോദിച്ചാൽ നാം ഓരോരോ പേര് ശരിയല്ലേ? ഇപ്പൊ നമുക്ക് പ്രതിഷ്ഠയുള്ളതെല്ലാം എന്താണ്? ക്ഷേത്രമാണെന്നുള്ള രീതിയിലാണ്. വാസ്തവത്തില് പുരാണങ്ങളിൽ ക്ഷേത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെയല്ല. ക്ഷതാ ത്രായതേതി ക്ഷേത്ര എന്ന പ്രമാണം. ക്ഷതത്തിൽ നിന്നും രക്ഷിക്കുന്നത് ഏതോ അത് ക്ഷേത്രം. ആധ്യാത്മികമായും ആദിദൈവീകമായും ആദിഭൗതികമായുമുള്ള ദുഃഖങ്ങളിൽ നിന്നും രക്ഷിക്കുന്നത് ഏതാണോ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്ഷേത്രം എന്ന ശബ്ദം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ അനവധി ആര് കണ്ടു? വിതുരര് കണ്ടു. അഥവാ നാം ക്ഷേത്രമെന്ന് പറയുന്ന ഇടം എങ്ങനെയുള്ളതായിരിക്കണം? ഈ 3 തരം ദുഃഖത്തിൽ നിന്നും രക്ഷിക്കാൻ പ്രാപ്തിയുള്ളിടം ആയിരിക്കണം. മനസ്സിലാകും. അതിന്റെ ഭരണാധികാരികളൊക്കെ അതാ ശ്രദ്ധിക്കേണ്ടത്. ഈ ഇത് ക്ഷേത്രമാണ് എന്ന് അഭിമാനിക്കുമ്പോൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് എന്തുണ്ടാകരുത്? ആധ്യാത്മിക ദുഃഖമോ ആദി ഭൗതിക ദുഃഖമോ ആദി ദൈവികമായ ദുഃഖമോ ഉണ്ടാകാതിരിക്കാനുള്ള പരിശ്രമം ചെയ്യണം. എങ്കിലേ അതെന്താകൂ? ക്ഷേത്രമാകും. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ദർശിച്ചു. സേവിച്ചാൽ ഓരോ ക്ഷേത്രങ്ങളിലും വിധിയാവണ്ണം സേവകളൊക്കെ ചെയ്തു പോന്നു. ഭൂപ്രദക്ഷിണം ചെയ്തു. ഭൂമി മുഴുവനും അദ്ദേഹം എന്ത് ചെയ്തു? ചുറ്റി സഞ്ചരിച്ചു. പിന്നീട് ഈശ്വരാർത്ഥം പ്രാർത്ഥിച്ചു. ഭൂപ്രദക്ഷിണം ചെയ്തപ്പോഴാണ് വിതുരർക്കൊരു കാര്യം ബോധ്യപ്പെട്ടത്. ഈ പ്രപഞ്ചത്തിൽ ആരുടെയും ഇച്ഛയ്ക്കനുസരിച്ച് ഒന്നും നടക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ട്? ഈ പ്രപഞ്ചത്തിൽ എന്തൊന്ന് നടക്കുന്നുണ്ടെങ്കിലും ആ പ്രപഞ്ച ശക്തിയുടെ ഇച്ഛയ്ക്കനുസരിച്ചാണ് പ്രപഞ്ചത്തിൽ എന്ത് നടക്കുന്നത്? കാര്യാകാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഞാനും നിങ്ങളും അടക്കമുള്ളവർ പലതും ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ എൻ്റെ നിങ്ങളുടെയും പല ആഗ്രഹങ്ങളും നടക്കുന്നില്ല, പലതും നടക്കുന്നു. പല ആഗ്രഹങ്ങളും നടക്കുന്നില്ലെങ്കിൽ പലതും നടക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളണം, എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചല്ല ഇത് നടക്കുന്നത്. പലതിനു വേണ്ടിയും പരിശ്രമം ചെയ്യുന്നുണ്ട്, എന്നിട്ടും സാധ്യമാകുന്നില്ല. ചിലതൊട്ടും പരിശ്രമം ചെയ്യാതൊട്ട് സാധ്യമാകുകയും ചെയ്യും. എങ്കിൽ ഓർക്കണം, ഇത് മറ്റൊന്നിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് നടക്കുന്നത്. ഈ ബോധം ഉണ്ടാകണമെങ്കിൽ ഒരു കയറിൻ്റെ തുമ്പി മാത്രം കെട്ടിക്കിടന്നാൽ അറിയില്ല. ഭൂപ്രദക്ഷിണം ചെയ്യുന്നവനാണ് ആ സത്യത്തെ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് വിതുരർ നന്നായിട്ട് എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പരമാത്മാവിനോട് അപേക്ഷിച്ചു. ആത്മനി സർവം ചേർത്ത് വിശ്വസിച്ചാണ് ജനം. താൻ തന്നെയാണ് ഈ കാണപ്പെടുന്നതെല്ലാം എന്ന ബോധം ആർക്കുണ്ടാകാൻ തുടങ്ങി? വിതുരർക്കുണ്ടാകാൻ തുടങ്ങി. ഇതാ കേട്ടോ വലിയൊരു ബോധം. കാരണം താൻ ഉണ്ടെങ്കിലേ പ്രപഞ്ചമുള്ളൂ എന്ന ബോധം ഉണ്ടാകാൻ തുടങ്ങി. വിവേകിയെ സംബന്ധിച്ച് ഇതൊരു വലിയ ബോധവും അവിവേകിയെ സംബന്ധിച്ച് ഇതൊരു വലിയ തെറ്റുമാണ്. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അവിവേകിയെ സംബന്ധിച്ച് പറഞ്ഞാൽ താൻ ജീവിച്ചു വരുന്ന പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ് താൻ എന്നാണ്. പക്ഷെ വിവേകിയെ സംബന്ധിച്ച് അതെങ്ങനല്ല, തന്നാൽ അറിയപ്പെടുന്നതാണ് പ്രപഞ്ചം. താനില്ലെങ്കിൽ എന്തില്ല? പ്രപഞ്ചമില്ലെന്നൊരു ബോധം. അതിന്റെ തെളിവെന്താ? സൂര്യൻ എത്ര പ്രകാശിക്കുന്ന നക്ഷത്രമാണെങ്കിലും ആ നക്ഷത്രം പ്രകാശിക്കണമെങ്കിൽ ഞാൻ ഉണരണം. ശരിയോ തെറ്റ്? ഇപ്പൊ സകല ചരാചരത്തെയും പ്രകാശിപ്പിക്കുന്ന സൂര്യനെ പ്രകാശിപ്പിക്കാൻ ആര് വേണം? ഞാൻ വേണം. എൻ്റെ കേവലം വിഷയം മാത്രമാണ് ആര്? സൂര്യൻ. എൻ്റെ കേവല വിഷയം മാത്രമാണ് പർവ്വതാദികൾ, സമുദ്രാദികൾ. ഇതിനെല്ലാം അറിയാൻ ആര് വേണം? അതിൻ്റെ തെളിവ് ഇവിടെ ഇരുന്നൊന്ന് ഉറങ്ങി. ഈ നിമിഷം ഇവിടെ നിന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉമ്മന്നൂരും ഇല്ല, ഈ യജ്ഞവും ഇല്ല, ഒന്നുമില്ല. ശരിയല്ലേ?
ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ പിന്നെ എന്തു വേണം? ഞാൻ ഉണരണം. ഇപ്പൊ എൻ്റെ അറിവിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. ഇതിനെല്ലാം സൃഷ്ടിക്കുന്നത് ഞാൻ. ഒന്ന് ഉണർന്നു വരുമ്പോൾ ഇതെല്ലാം സൃഷ്ടിക്കപ്പെടുക. കട്ടിലെ പുതപ്പ് മുതൽ ഈ വലിയ മുകുണ്ടങ്ങളടക്കം ആര് സൃഷ്ടിച്ചു? ഒന്ന് ഉറങ്ങിയ പുതച്ച പുതപ്പിനെ കുറിച്ച് പോലും എന്തില്ല, ബോധമില്ല. ആണാണോ പെണ്ണാണോ, കറുത്തതാണോ വെളുത്തതാണോ, തടിച്ചതാണോ മെലിഞ്ഞതാണോ, ഏത് ജാതി ഏത് മതം ആർക്ക് വേണം? ശരി. അപ്പൊ ഇതിനെ എല്ലാം സൃഷ്ടിക്കുന്നത് ഞാൻ. എൻ്റെ ഉണർവിലാണ് ഇതെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്. ഉണർന്നിരിക്കുന്ന അത്രയും നേരം ഇതിനെയെല്ലാം പരിപാലിക്കുന്നതും നിലനിർത്തുന്നതും ഞാനെന്ന ബോധമാണ്. ആണോ അല്ലേ? ഒന്നുറങ്ങുമ്പോൾ ഇതിനെയെല്ലാം സംഹരിച്ച് തന്നിൽ ലയിപ്പിച്ചതും ആര് തന്നെയാണ്? ഞാൻ തന്നെ. ഈ ബോധമുണ്ടാകണം. ഈ ബോധം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ശാസ്ത്രത്തിൽ പറയപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾ ഉണ്ടാകണം. വിതുരർ ചെയ്തതുപോലെ തീർത്ഥാടനമൊക്കെ ചെയ്യണം. അനവധി ക്ഷേത്രങ്ങളിൽ എന്ത് ചെയ്യണം? ദർശനാദികളൊക്കെ ചെയ്യണം. അങ്ങനെ ആത്മനി സർവം ചേർത്ത് വിശ്വസിച്ചു അനുദിനം ദിനം പ്രതി പുണ്യവാഹിനിയായ കാളന്തി തീരത്തിങ്കൽ ചെന്നു. അങ്ങനെ സഞ്ചരിച്ച് ഈ വിതുരരെ പുണ്യം വഹിച്ചുകൊണ്ടൊഴുകുന്ന കാളന്തി നദിയുടെ തീരത്ത് ചെന്നു. ഈ പുണ്യം വഹിച്ചുകൊണ്ടൊഴുകുന്നു എന്ന് പറയാൻ കാരണം ഭഗവാന്റെ ദിവ്യലീലകളൊക്കെ നടന്നതിൽ ഏറിയൊരു പങ്കും എവിടെയാണ്? കാളന്തി നദിയുടെ തീരത്താണ് നടന്നത്. കാളന്തിയുടെ തീരത്ത് ഭഗവാൻ അവതാരം ചെയ്യുന്നതിന് മുമ്പും ധാരാളം പേര് ജനിച്ചിട്ടുണ്ട്. ഭഗവാന്റെ കാലം മുതൽ ഈ കാലം വരെ ധാരാളം പേര് അവിടെ വളരുന്നുമുണ്ട്. ശരി, ധാരാളം പേര് ശരീരം ഉപേക്ഷിച്ചു. പക്ഷെ കാളന്തിക്ക് പറയാൻ ഒരൊറ്റയാളുടെ ചരിത്രമേ ഉള്ളൂ. അത് കൃഷ്ണന്റെ കഥയാണ്. യമുനയോട് ചേർത്ത് വേറെ ഏത് കഥ ബന്ധിപ്പിച്ചാലും അതൊന്നും എന്താകില്ല, യമുനയുടെ കഥ ആകില്ല. ലോകാത്ഭുതങ്ങളിൽ ഒന്നുപോലും നിലനിൽക്കുന്നത് എവിടെയാണ്? ഈ യമുനയുടെ തീരത്താണ്. പക്ഷെ യമുന എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ എന്നേ പറയും. അതിൻ്റെ താഴെയുള്ളൂ ബാക്കി എല്ലാം. കാരണം എന്തുകൊണ്ടാണ്? അത്ര വൈഭവമായിരുന്നു ആരുടെ അവതാരത്തിന്. അതാണ് നവമസ്കന്ധത്തിന്റെ അവസാനം പറയുന്നത്, തന്നുടെ യശസ് അവനീതലേ നിറച്ചു. തൻ്റെ കീർത്തി ഈ പ്രപഞ്ചം മുഴുവനും നിറച്ചിട്ടാണ് ആര് മാറിയത്? ഭഗവാൻ മാറിയത്. അതാ പ്രത്യേകത. സഹസ്രാബ്ദം എത്ര കഴിഞ്ഞു? 10,000 ചില്ലുവാനം വർഷങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും ഇന്നും യമുനയുടെ തീരത്ത് സജീവമായിട്ട് ആരുണ്ട്? ഈ ദേവകീപുത്രന്റെ ചരിത്രം നിലനിന്നു പോരുക. ആണോ അല്ലേ? അതുകൊണ്ടാ പറഞ്ഞ പുണ്യവും വഹിച്ചുകൊണ്ടൊഴുകുന്ന കാളിന്തി നദിയുടെ തീരത്ത് ചെന്നു വിതുരൻ. അവിടെ വെച്ച് കേൾക്കായി വന്നിത് വൃത്താന്തങ്ങൾ മൗസലം കഴിഞ്ഞു. അവിടെ വെച്ചാണ് വിതുരര് കേൾക്കുന്നത് ഭഗവാന്റെ സന്തതികൾ പരസ്പരം തമ്മിത്തല്ലി മരണപ്പെട്ട ചരിത്രം. അതിനു മുമ്പ് ഇതാരറിഞ്ഞില്ല? വിതുരറിഞ്ഞില്ല. വിതുരര് മഹാഭാരത യുദ്ധം തുടങ്ങുന്നു എന്ന് അറിഞ്ഞുടനെ പുറപ്പെട്ടത്. ഇന്ന് വർഷം 36 കഴിഞ്ഞു. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് 36 വർഷം കഴിഞ്ഞപ്പോൾ ഭഗവാൻ ശരീരം ഉപേക്ഷിച്ചു. ഭഗവാൻ ശരീരം ഉപേക്ഷിക്കുന്നത് ഭാഗവതത്തിന്റെ ദൃഷ്ടിയിൽ പറയുമ്പോൾ 125 വയസ്സിലാണ്. നിർണയം അബ്ദം 125 വാണു മന്നവ എന്ന ഏകാദശ സ്കന്ധത്തിന്റെ അവസാനം പറയുന്നു. അപ്പൊ 125 വയസ്സിൽ വരെ ശരീരത്തിലിരുന്ന ഭഗവാന്റെ ആ ആയുർദൈർഘ്യത്തിൽ നിന്ന് 36 വർഷം കുറച്ചാൽ കിട്ടുന്നത് 89 എന്നൊരു സംഖ്യ. ആ 89ാമത്തെ വയസ്സിലാണ് മഹാഭാരത യുദ്ധം നടന്നത്. ഭഗവാൻ ഗീതോപദേശം കൊടുക്കുന്നതൊക്കെ 89ാമത്തെ വയസ്സിൽ. മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ 89ാമത്തെ വയസ്സൊക്കെ ആകുമ്പോൾ നാം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കി. ഗീത ഉപദേശിക്കാനുള്ള പ്രാപ്തിയൊക്കെ. അതാണ് ഭഗവാനും നാമും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ 89ാമത്തെ വയസ്സിലാണ് ഉപദേശമൊക്കെ കൊടുത്തതെന്നുള്ളത് മറക്കാൻ പാടുള്ളത്. പല ആളുകളും ധരിച്ചിരിക്കുന്നത്, പല ആളുകളുടെയും മനസ്സിലേക്ക് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 8 വയസ്സ് താഴെ പ്രായമുള്ള കൃഷ്ണനായിട്ട് തന്നെയാണ് എപ്പോഴും കാണുന്നത്. അങ്ങനല്ല. ആ കാലത്ത് ചെയ്തതിനേക്കാൾ ഉജ്ജ്വലമായ ലീലകളാണ് പിന്നീടുള്ള കാലങ്ങളിലൊക്കെ ചെയ്തത്.
കംസാരിപദം ധ്യാനിച്ച് ഉദ്ധവ്രതാനും അവിടെ ചെന്നെത്തി. ഈ സമയം കൊണ്ട് കംസാരിയായിരിക്കുന്ന ഭഗവാന്റെ പാതാരവിന്ദം ചിന്തനം ചെയ്തുകൊണ്ട് ഉദ്ധവരവിടെ വന്നു. ഭഗവാന്റെ വിശേഷണം നിങ്ങൾ നോക്കണം. പലപ്പോഴും ഭാഗവതത്തിൽ കംസാരി, കൈടഭാരി എന്നൊക്കെയുള്ള പേരുകൾ. ഇതെല്ലാം കംസനും കൈടവനും ഒക്കെ ഭഗവാനോടാണ് എന്തുണ്ടായത്? വൈരം. ഭഗവാൻ ഇവരോട് ആരോടും എന്തുണ്ടായിട്ടില്ല? വൈരം ഉണ്ടായിട്ടില്ല. അതാ പ്രത്യേകത. ഭഗവാൻ ഇവരെയൊക്കെ വധിച്ച കാരണം കൊണ്ട് ഇവർക്ക് സായുജ്യമോ സാരൂപ്യമോ സാലോക്യമോ പോലുള്ള മോക്ഷം കൊടുക്കുക ചെയ്തത്. കണ്ടു നിന്ന നമുക്ക് അതെന്തായിട്ട് തോന്നിയത്? വധം ആയിട്ട് തോന്നിയത്. വാസ്തവത്തിൽ അവരെ ആരെയും ഭഗവാൻ എന്ത് ചെയ്തിട്ടില്ല? വധിച്ചിട്ടില്ല. എല്ലാവർക്കും ഈ തലത്തിൽ നിന്നും അടുത്ത തലത്തിലേക്കുള്ള ഉയർച്ച കൊടുക്കുക മാത്രമേ ആര് ചെയ്തിട്ടുള്ളൂ? ഭഗവാൻ ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, സ്വാമി ആരെയും ഉപദ്രവിക്കരുത്, ഹിംസിക്കരുത് എന്നൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, എന്നിട്ട് ഭഗവാൻ എത്രയോ പേരെ വധിച്ചിരിക്കുന്നു, അതിൽ തെറ്റൊന്നുമില്ലെന്ന് ചോദിക്കാറുണ്ട് ചിലർ. മനസ്സിലാകുന്നു? ശരിയാ. നമ്മുടെ പുരാണങ്ങൾ എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ വധത്തിന്റെ ഒരു പരമ്പരയാണ്. രക്ഷയൊക്കെ കൂടുതൽ എന്താ നടക്കുന്നത്? ശിക്ഷ നടക്കുന്നതായിട്ടാണ് നമ്മുടെ കാണുന്നത്. ഭാഗവതം മുഴുവൻ എടുത്തേ ഭഗവാൻ എത്ര പേരെ രക്ഷിച്ചിട്ടുണ്ട്, എത്ര പേരെ ശിക്ഷിച്ചിട്ടുണ്ട്. രക്ഷിച്ചവരുടെ എണ്ണം തുലവും പരിമിതം. ശിക്ഷിച്ചവരുടെ എണ്ണം എടുത്താലേ ചിലപ്പോൾ 200 പേജ് നോട്ട് ബുക്ക് തികയത്തില്ല. അത്രയും പേരെ എന്ത് ചെയ്തിട്ടുണ്ട്? വാസ്തവത്തിൽ ഭഗവാൻ ആരെയും രക്ഷിക്കുന്നുമില്ല. വാസ്തവത്തിൽ ഭഗവാൻ ആരെയും ശിക്ഷിക്കുന്നുമില്ല. അവരവരുടെ കർമ്മത്തിന്റെ ഫലം അവരവർക്ക് കൊടുക്കുക മാത്രമേ ആര് ചെയ്യുന്നുള്ളൂ? ഭഗവാൻ ചെയ്യുന്നത്. അല്ലാതെ യാതൊരു പ്രവൃത്തിയും ആര് ചെയ്യുന്നില്ല, ഭഗവാൻ ചെയ്യുന്നുണ്ട്. അവിടുന്ന് ചിലരെ രക്ഷിക്കുന്നു, ചിലരെ ശിക്ഷിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു. നമുക്ക് മാത്രമല്ല കേട്ടോ, സപ്തമസ്കന്ധത്തിൽ ധർമ്മപുത്രർക്ക് തന്നെ നേരിട്ട് ഈ സംശയം ഉണ്ടായിട്ടുണ്ട്. ധർമ്മപുത്രൻ നാരദനോട് നേരിട്ട് ചോദിക്കുന്നുമുണ്ട്, ഭഗവാൻ എന്തുകൊണ്ടാണ് എപ്പോഴും ദേവപക്ഷത്തിൽ നിന്നുകൊണ്ട് ദൈത്യന്മാരെ ഉപദ്രവിക്കുന്നത്? മനസ്സിലാക്കുക. വാസ്തവത്തിൽ ആരുടെയും പക്ഷത്താരും നിൽക്കുന്നില്ല, ഭഗവാൻ നിൽക്കുന്നില്ല. ഇനി ഭഗവാൻ ആരെങ്കിലും വധിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒന്നുകിൽ അവന് സാലോക്യം കൊടുത്തു, വിഷ്ണു ലോകത്തിലേക്കുള്ള പ്രവേശനം കൊടുത്തു, അല്ലെങ്കിൽ അവന് സാരൂപ്യം കൊടുത്തു, തന്നെ പോലെ തന്നെ ആക്കി മാറ്റി, ശംഖും ചക്രവും ഗദയും പത്മവും ഒക്കെ ഉള്ളവനാക്കി മാറ്റി. അതുമല്ലെങ്കിൽ സാമീപ്യം കൊടുത്തു, അടുക്ക വന്ന് ഇരിക്കാനുള്ള അവസരം കൊടുത്തു. അതുമല്ലെങ്കിലോ സായുജ്യം കൊടുത്തു. എങ്ങനെയാണോ ഉപ്പുപാപ കടലിൽ ലയിച്ച് കടലായി മാറിയത്, നദി ഒഴുകി സമുദ്രത്തിൽ ചേർന്ന് സമുദ്രമായത്, അതുപോലെ തന്നിൽ ചേർത്ത് താനാക്കി മാറ്റി. ഒന്ന് ഓർത്തു നോക്കി. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താണ്? സ്ഥാനക്കയറ്റങ്ങളാണ്. അത് കൊടുക്കാനുള്ള പ്രാപ്തി നിനക്കുണ്ടോ എങ്കിൽ നീയും കൊന്നുകൊള്ളുക, കുഴപ്പമൊന്നുമില്ല. മനസ്സിലാകുന്നുണ്ട്? അതായത് ഈ ലോകത്തിൽ നിന്നും നീ ഒരുവനെ വധിക്കുന്ന കാരണം കൊണ്ട് ഊർധ്വലോകങ്ങളിലേക്ക് അവൻ പ്രവേശിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കൊന്നുകൊള്ളുക, വിരോധമൊന്നുമില്ല, പാപമുണ്ടാകില്ല. നല്ലതല്ലേ ചെയ്തത്? ഈ മർത്യലോകത്തിൽ ജനിച്ചു വളരുന്നവനെ, മരണത്തോടു കൂടിയവനെ അവിടെ നിന്ന് ഉയർത്തി മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിപ്പിച്ചു. അതിനുള്ള പ്രാപ്തി ഉണ്ടോ? ഉണ്ടെങ്കിലാണ്. നമ്മുടെ പുരാണങ്ങളിൽ ഈ വധം ചെയ്തവരുടെ ഒക്കെ പ്രാപ്തിയെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഈ പ്രാപ്തി ഉള്ളവർ ആണ്. അതുകൊണ്ടാണ് അത് അനുഗ്രഹമായിട്ട് കിട്ടുന്നത്. സ്പഷ്ടം. ആകയാൽ കംസാരിയായിരിക്കുന്ന ഭഗവാന്റെ പാതാരബിന്ദം ധ്യാനം ചെയ്തുകൊണ്ട് ചിന്തനം ചെയ്തുകൊണ്ട് ഉദ്ധവൻ അവിടെ വന്നു. തമ്മിൽ അന്യോന്യം കണ്ട് സന്തോഷിച്ച് ആശ്ലേഷിച്ചു. പരസ്പരം എന്ത് ചെയ്യാൻ തുടങ്ങി? കണ്ടുടനെ സാമാന്യ മര്യാദയാണ്. ആശ്ലേഷിച്ചു, വന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് കുശലപ്രശ്നങ്ങളൊക്കെ ചെയ്തു. അതുനേരം യാദവാന്വയുമെല്ലാം ഒക്കവേ നശിച്ചതും മാധവൻ നിജലോകം പ്രാപിച്ച വൃത്താന്തവും വ്യാകുലാത്മന പറഞ്ഞു ഉദ്ധവർ വിതുരരോട് ആകവേ കൽപ്പിച്ചു. സങ്കടത്തോടുകൂടി ദുഃഖത്തോടുകൂടി ഉദ്ധവരെ ഭഗവാന്റെ വംശം നശിച്ചതും ഭഗവാൻ ശരീരം ഉപേക്ഷിച്ചതുമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിതുരരെ പറഞ്ഞു കേൾപ്പിച്ചു. കൂട്ടത്തിൽ ലോക അധർമ്മ പ്രഭാവവും ചൊല്ലി. ഭഗവാൻ ശരീരം ഉപേക്ഷിച്ച നിമിഷം മുതൽ ഈ ലോകത്ത് അധർമ്മം പെരുകാൻ തുടങ്ങി. അതിനെക്കുറിച്ചും ഉപദേശം ചെയ്തു കൊടുത്തു. ഈ അധർമ്മം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ധർമ്മം എന്താണ്, അധർമ്മം എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. ഈ ലോകത്തിലും പരലോകത്തിലും സുഖമുണ്ടാകുന്നതിന് വേണ്ടതായിരിക്കുന്ന പ്രവൃത്തികളെല്ലാം എന്താണ്? ധർമ്മമാണ്.
ഈ ലോകത്തിലും പരലോകത്തിലും സൗഖ്യമുണ്ടാകാത്തതായിരിക്കുന്ന പ്രവൃത്തികളെല്ലാം അധർമ്മമാണ്. ഇപ്പൊ ഈ പ്രപഞ്ചത്തില് ഭഗവാന്റെ ആധാരബിന്ദം തന്റെ ഭൂമിയിൽ നിന്ന് ഉപേക്ഷിച്ച നിമിഷം മുതൽ കലി ആരംഭിക്കാൻ തുടങ്ങി. മുന്നേതിൽ കുറയുന്ന ധർമ്മം ഓരോ ദിവസവും മുൻപോട്ട് പോകുന്തോറും ധർമ്മം കുറയാനായിട്ട് തുടങ്ങി. ഇതൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. അനന്തരം മല്ലാരി കണ്ടോ, മല്ലന്മാരുടെ ശത്രു അങ്ങനെയാ പറഞ്ഞു. അല്ല ഭഗവാന്റെ ശത്രു മല്ലന്മാരെന്ന് പറഞ്ഞില്ല കേട്ടോ. മല്ലന്മാർക്ക് ശത്രു ആരാണ്? ഭഗവാനാണ്. അങ്ങനെയുള്ള മല്ലാരിയായിരിക്കുന്ന ഭഗവാൻ ജഗത്പതി, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഉടമസ്ഥനായി ഇരിക്കുന്നവൻ, കല്യാണാലയൻ, കല്യാണത്തിന് ആലയമായിരിക്കുന്നവൻ, മംഗളത്തിന് ആലയമായിരിക്കുന്നവൻ, അതായത് മംഗളത്തിന് ഇരിപ്പിടമായിരിക്കുന്ന, ശുഭത്തിന് ഇരിപ്പിടമായവൻ, ഐശ്വര്യത്തിന് ഇരിപ്പിടമായിരിക്കുന്നവൻ ഭഗവാൻ. തനിക്ക് ആത്മജ്ഞാനാർത്ഥം പരം തുല്യചേതസ കലിവോട് ഉപദേശിച്ചുടൻ അല്ലൽ തീർത്തരുളിനാൻ എന്നതും ചൊല്ലി. അങ്ങനെയുള്ള ഭഗവാൻ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് തനിക്ക് ആത്മജ്ഞാനാർത്ഥത്തെ ഉപദേശം ചെയ്തു തന്നു എന്ന് പറഞ്ഞു. ആത്മജ്ഞാനത്തെ തന്നു. ഈ ശാസ്ത്രങ്ങളിൽ ആത്മശബ്ദം കൊണ്ട് പ്രയോഗിക്കുന്ന എന്തിനെയാണെന്നറിയോ നിങ്ങൾക്ക്? ഞാനും നിങ്ങളും അടക്കമുള്ളവർ ആവശ്യത്തിനും അനാവശ്യത്തിനും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഞാൻ. വാസ്തവത്തിൽ ആ ഞാൻ എന്താണെന്നറിയാതെ ഈ ഞാനിനെ പ്രയോഗിക്കുന്നു. ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ തൊട്ടു, ഞാൻ മണത്തു, ഞാൻ രുചിച്ചു, എല്ലാത്തിൻ്റെ കൂടെ എന്തുണ്ട്? ഈ ഞാൻ ഏതാ? കണ്ണ് ഞാനാണ്, മൂക്ക് ഞാനാണ്, തൊക്ക് ഞാനാണ്, മനസ്സോ ബുദ്ധിയോ ഞാനാണ്, മുടിയോ നഖമോ ഞാനാണ്? അല്ല, എല്ലാം എൻ്റേതാണെന്നാണ് പറയുന്നത്. ശരിയല്ലേ? എൻ്റേത് ഞാനാകണം. ആണെങ്കിൽ എൻ്റെ വസ്ത്രം ആരാകണം? ഞാനാകണം. എൻ്റെ മാല ഞാനാകണം. എൻ്റെ വീട് ഞാനാകണം. ശരിയല്ലേ? എൻ്റേതെന്ന് അറിയുന്നതൊന്നും തന്നെ ഞാനല്ല എങ്കിൽ എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ നാക്ക്, എൻ്റെ തൊക്ക്, എൻ്റെ ചെവി, എൻ്റെ കൈ, എൻ്റെ കാലെന്ന് അറിയുന്നതൊന്നും ആരല്ല? ഞാനല്ല. അന്ന് പിന്നെ ഇതെല്ലാം കൂടെ ചേർന്ന് ശരീരം ഞാൻ ആണോ? അല്ല, എൻ്റെ ശരീരമെന്നാണ് പറയുന്നത്. അവിടെയും എൻ്റെ എന്നുള്ളതാണ് എന്ത്? അഭിമാനം. എല്ലാവരുടെയും അഭിമാനം അങ്ങനെയാണ്. ആണെങ്കിൽ പിന്നെ വാസ്തവത്തിൽ ഞാൻ ആരാ? അതുമാത്രമല്ല, ഒന്ന് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഉറങ്ങിയാൽ ഈ ശരീരത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. മനസ്സിലാകുന്നുണ്ട്? ചില ആളുകളൊക്കെ ഉറങ്ങാൻ കിടന്നാൽ ഒരു ബോധവുമില്ല കേട്ടോ. സ്വാമിക്ക് എത്ര അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നറിയോ? അങ്ങനെ ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി അനുഭവം. ചില ആളുകൾ ഉറങ്ങിയാൽ അവർക്ക് എന്തേ ഇല്ല, ബോധമെന്ന് പറയുന്ന ഒരു വസ്തുവില്ല. അതാ പ്രത്യേകത. കുറേ നാൾ മുമ്പ് ഈ ശിവരാത്രി വന്ന സമയത്ത് ആശ്രമത്തില് ശിവരാത്രി ആഘോഷിക്കാൻ വന്ന കുറേ പേരുടെ കൂട്ടത്തിൽ ഒരാളെ പെട്ടെന്ന് കണ്ടില്ല. അപ്പോൾ ഈ യാമപൂജയ്ക്ക് ഇടയ്ക്ക് കുറച്ച് സമയം വന്നപ്പോൾ സ്വാമി അയാളെ അന്വേഷിച്ച് നോക്കുമ്പോൾ തൊട്ടടുത്തൊരു വാഹനത്തിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഞാനും എൻ്റെ കൂടെ ഉള്ള ഒരാളും കൂടെ ആവുന്നത് വിളിച്ചു. അപ്പം അതിന് മുമ്പ് ഇയാളെ കാണാഞ്ഞത് കൊണ്ട് ഇയാളുടെ ഫോണിലോട്ട് വിളിക്കുമ്പോഴൊക്കെ നമ്പർ ബിസി. അപ്പം ആദ്യം ഞാൻ വിചാരിച്ചത് ആരെങ്കിലും ഫോൺ ചെയ്തുകൊണ്ട് നടക്കുകയെന്ന്. പിന്നെ അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താ, ആരെയോ ഒരാളെ ഫോൺ ചെയ്ത് ഡയൽ ചെയ്ത് അടുക്ക വെച്ചിട്ട് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇവിടുത്തെ അനുഭവമാണെങ്കിൽ ഈ വിദ്വാൻ ഫോൺ ചെയ്തവൻ അവിടെ ആ ഫോൺ എടുത്ത് വെച്ചിട്ട് അയാൾ ഉറങ്ങുക. ഓർത്ത് നോക്കി, അറിയുന്ന പോലും ഇല്ല. മണിക്കൂറുകൾ കഴിഞ്ഞു. എഴുന്നേറ്റ് നോക്കുമ്പോൾ 1 മണിക്കൂർ 35 മിനിറ്റോ മറ്റോ എന്തായി? ഈ ഫോൺ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇയാൾ പറയുന്നില്ല, അയാൾ പറയുന്നില്ല. കാരണം അത്ര ഗഹനമായ ഉറക്കം, വളരെ ഗഹനമായ ഉറക്കം, അറിയുന്ന പോലും ഇല്ല. വേറൊരാളുടെ കൂടെ ഞാൻ ഗുരുവായൂർ, ഈ അടുത്ത് ഗുരുവായൂർ പോയി സംസാരിച്ചോണ്ടിരുന്നവരുടെ ഉറങ്ങൾ. അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ്റെ ഉറങ്ങുന്നത് വളരെ പെട്ടെന്നങ്ങ് ഉറങ്ങുന്നു. നമ്മളൊന്ന് തട്ടി ഒച്ച വെച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി ഇനിയും വിളിച്ചു കഴിഞ്ഞാൽ ആ ഹോട്ടലിലുള്ളവർ എന്നെ പുറത്താക്കി കൊടുക്കും. കാരണം അത്ര ഒച്ച ഉണ്ടാകാൻ തുടങ്ങി. ആരുടെ? എന്നിട്ടും അറിയുന്നില്ല. ഗഹനമായ ഉറക്കം. ഈ ഗഹനമായ ഉറക്കത്തിലോട്ട് പോകുമ്പോൾ ഞാൻ ശരീരമാണെന്നുള്ള ചിന്ത പോയി. ഞാൻ കറുത്തതാ, വെളുത്തതാ, തടിച്ചതാ ഒക്കെ പോയി. ഇന്നാളുടെ മകനാ, ഇന്നാളുടെ ഭർത്താവാ, ഇന്നാളുടെ ഭാര്യ, ഇത്ര കുട്ടികളുടെ അച്ഛനാ ഒക്കെ മറന്നു.
കടങ്ങൾ മറന്നു, കൊടുക്കാനും വാങ്ങാനും ഉള്ളതൊക്കെ മറന്നു, വരാനും പോകാനും ഉള്ള ഇടമൊക്കെ മറന്നു. ശരിയല്ലേ? ആ സമയത്ത് പിന്നെ ഇവനെവിടെ ഇരിക്കുക? അവരവരുടെ സംസ്കാരം അനുസരിച്ച് ഓരോന്നും, ചിലർ കുതിരപ്പുറത്ത്, ചിലർ ആനപ്പുറത്ത്, ചിലർ അത് ഇതൊക്കെ സ്വപ്ന ലോകത്തിങ്ങനെ നടക്കുക. ചിലർ ആണോ അല്ലേ? ഉണർന്നു കഴിയുമ്പോൾ ആരാ ഈ സ്വപ്നം കണ്ടേ? ഞാനാ കണ്ടതെന്ന്. ഇത് പറയുന്നത് ആരാ? കട്ടിലേക്ക് കിടന്ന് ഉറങ്ങിയ ഞാൻ പറയുന്നു സ്വപ്നം കണ്ടത് ഞാനാണ്. അപ്പൊ ഞാൻ എവിടെ ഒരു സ്വപ്നത്തിൽ കുറെ കൂടെ ഗഹനമാകുമ്പോൾ, ഉറക്കം ഗഹനമാകുമ്പോൾ ഒന്നും അറിയാതെ സുഖമായി. അപ്പൊ സുഖമായി ഇരുന്നതാരാ? അതും ഞാൻ തന്നെ. മനസ്സിലാകുന്നു? കട്ടിലില് പുതച്ച് കിടന്നതും ഞാനേ, കുതിരപ്പുറത്തിരുന്ന് സഞ്ചരിച്ചതും സ്വപ്നത്തിൽ ഞാനേ, ഒന്നും അറിയാതെ സുഖമായി ഉറങ്ങിയതും ഞാനേ. അപ്പൊ വാസ്തവത്തിൽ ഞാൻ ആരാ? ഈ ഉറങ്ങിയവനാണോ? അതോ കുതിരപ്പുറത്ത് കയറിയവനാണോ? അതോ സുഖമായിട്ടിരുന്ന ആളാണോ? ആരാ ഞാൻ? വിചാരശീലന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ചിന്തയായത്. മനസ്സിലായി? ഇതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനുള്ളതല്ല. ഇത് ചിന്തനം ചെയ്യുന്നവന് ഉപദേശിക്കേണ്ടത്. അതുകൊണ്ടാണ് ഉദ്ധവര് പറഞ്ഞത്, ആ കല്യാണാലയം തത്വജ്ഞാനാർത്ഥം ആത്മജ്ഞാനാർത്ഥം പരം തുല്യചേതസ കലിവോട് ഉപദേശിച്ചു. ആ ഞാൻ ആരാണെന്നുള്ളത്, ആ ആത്മജ്ഞാനം എനിക്ക് ആരും ഉപദേശിച്ചു തന്നു? ഭഗവാൻ ഉപദേശിച്ചു തന്നു. എന്നിട്ട് അല്ലൽ തീർത്തല്ലേ, എൻ്റെ ദുഃഖമൊക്കെ തീർത്ത് ഗ്രഹിച്ചു. ഈ ദുഃഖം എപ്പോൾ വരെയാണെന്നറിയോ? തൻ്റെ വാസ്തവിക സ്വരൂപത്തെ അറിയുന്നത് വരെ മാത്രമാണ് ദുഃഖം. ഞാൻ ശരീരമാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണെന്ന് ഈ ദുഃഖം, ശരീരം കൊണ്ടുണ്ടാകുന്ന ദുഃഖം. ഇപ്പൊ മുട്ടിന് വേദനയുള്ള ഒരാള് ഒന്ന് ഉറങ്ങട്ടെ, പിന്നെ എന്തില്ല? വേദനയില്ല. സ്ഥിരം ഫുട്ബോൾ കളിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ച് അയാൾക്ക് ആ മുട്ടിന് വേദന ഉണ്ടായത്. മനസ്സിലാകുന്നു? ഉറക്കത്തിൽ സ്വപ്നം കാണുക എന്ത് കളിക്കുന്നതായിട്ട്, ആ സമയത്ത് മുട്ടിന് വേദനയുണ്ട്. ചിന്തിക്കുന്നില്ല. വീണ്ടും ഈ മുട്ട് വേദനിപ്പിക്കുന്നത് എപ്പോഴാണ്? ഉണർന്ന് താൻ ശരീരമാണെന്നും ഈ മുട്ട് എന്റേതാണെന്നും ചിന്തിച്ചപ്പോൾ. നിങ്ങളുടെ മുട്ടിന്റെ വേദന എനിക്ക് വരാത്തതിന്റെ കാരണം എന്താ? അത് എന്റേതാണെന്ന് ഞാൻ ചിന്തിക്കാത്തതുകൊണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതേസമയം എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ കൂട്ടുകാരൻ എന്ന ചിന്തയൊന്ന് വെച്ച് നോക്കിയേ, ആ ആളുടെ വേദനയും നമ്മുടെ വേദനയായിട്ട് മാറും. ആണോ അല്ലേ? അപ്പൊ ഞാൻ ശരീരമാണെന്നും ശരീരവുമായി ബന്ധപ്പെട്ടത് എൻ്റേതാണെന്നുമുള്ള ചിന്തയാണ് വാസ്തവത്തിൽ എന്തുണ്ടാക്കുന്നത്? ദുഃഖത്തെ ഉണ്ടാക്കുന്നത്. വാസ്തവത്തിൽ ഞാൻ ശരീരമാണ് അല്ല. കാരണം ഈ ശരീരം ഉണ്ടാകുന്നതിന് മുൻപേ ഞാനുണ്ടായിരുന്നു. അത് തന്നെ തെളിവ്. അമ്മയുടെ ഗർഭത്തിലോട്ട് ഞാൻ വരുന്നതിന് മുൻപ്, ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പ് അമ്മ അറിഞ്ഞു ആര് വരുന്നു എന്ന്. ശരിയല്ലേ? അന്ന് ഈ ശരീരമുണ്ടോ? അപ്പൊ ശരീരം ഉണ്ടാകുന്നതിന് മുൻപ് ഞാൻ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ്. ആ വരുന്നു എന്നുള്ള ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് പോലും ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ പറയാം, ഞാൻ എന്ന സ്വരൂപം ആണുമല്ല പെണ്ണുമല്ല, ഉഭയവുമല്ല. സ്പഷ്ടം. പിന്നീടുണ്ടായ ശരീരത്തിൽ അഭിമാനിച്ചപ്പോഴാണ് ആണാണെന്നും പെണ്ണാണെന്നും കറുത്തതാണെന്നും വെളുത്തതാണെന്നും ഒക്കെ തോന്നാൻ തുടങ്ങിയത്. അതും എപ്പോൾ വരെ മാത്രമേ ഉള്ളൂ? ഒന്ന് ഉറങ്ങുന്നവരെയുള്ളൂ. നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ച്, നിങ്ങളൊക്കെ സ്വപ്നം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നി ആണായ ഞാൻ സ്വപ്നം കാണുന്നു, അതല്ലെങ്കിൽ പെണ്ണായ ഞാൻ സ്വപ്നം കാണുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ കാണുന്നു എന്നേ തോന്നിയിട്ടുണ്ട്. കാരണം ഈ ആണ് പെണ്ണെന്നുള്ള വികാരമൊക്കെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ സ്ഥൂല ശരീരത്തിലേ ഉള്ളൂ ഈ ചിന്ത, സൂക്ഷ്മ ശരീരത്തിൽ ഈ ചിന്ത ഇല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ ഭേദം പറയുന്നവനും അറിവില്ലാത്തവനാണ്. ഇനി ആര് ഭേദം പറഞ്ഞാൽ എന്നാ മഹാത്മാക്കൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ശാസ്ത്രം പറഞ്ഞു വെച്ചിരിക്കുന്നത് സ്പഷ്ടമാണ്. മറക്കരുതാരും. ആകയാൽ എൻ്റെ അല്ലെല്ലാം ഞാൻ ആരാണെന്ന വാസ്തവിക സത്യത്തെ എനിക്ക് ഉപദേശം ചെയ്തു തന്ന നിമിഷം മുതൽ എൻ്റെ ദുഃഖം എന്നേക്കുമായിട്ടില്ലാതാക്കി തന്നു ആ കരുണാമയൻ. തത്രൈവ തദ്വൃത്താന്തം കേട്ട് അകം തെളിഞ്ഞ് ഉത്തമചിത്തൻ ക്ഷതാവ് ഉദ്ധവ്രതമ്മോടപ്പോൾ ഭക്തി കൊണ്ട് അപേക്ഷിച്ചു. ഇത് കേട്ടുടനെ
ഉദ്ധവർ ഇത് പറഞ്ഞു കേട്ട ഉടനെ വിതുരരുടെ ഉള്ളില് ആനന്ദമുണ്ടാകാൻ തുടങ്ങി. തനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ആ സംശയങ്ങൾ ആര് നിവർത്തിച്ചു തരും? ഉദ്ധവർ നിവർത്തിച്ചു തരും. കാരണം ഉദ്ധവർ ആരിൽ നിന്നും അറിവ് സമ്പാദിച്ചു? ഭഗവാനിൽ നിന്നും അറിവ് സമ്പാദിച്ചു. അതുകൊണ്ട് തൻ്റെ സംശയവും നിവർത്തിക്കപ്പെടും എന്ന് ചിന്തിച്ച് ഉദ്ധവർ പറയുകയാണ്, ഭക്തി പൂണ്ട് അപേക്ഷിച്ച ഉത്തമ ശ്ലോകൻ ഭവാൻ ഉൾത്താരിൽ ഉറപ്പിച്ച തത്വജ്ഞാനാർത്ഥം മമ ചിത്തക്കാമ്പ് ഉണരുമാറ് എന്ന് ഉപദേശിക്കുന്നു. അങ്ങ് ഉത്തമ ശ്ലോകൻ, ഉത്തമന്മാരാൽ സ്തുതിക്കപ്പെടുന്നവനാണ്. ഭഗവാന്റെ ഒരു പര്യായ ശബ്ദമാണ്. ആ പര്യായ ശബ്ദം ഇവിടെ ആരിൽ പ്രയോഗിക്കുകയാണ്? ഉദ്ധവരിൽ പ്രയോഗിക്കുക. ഉത്തമ ശ്ലോകനാണ്. അങ്ങനെയുള്ള ഉത്തമ ശ്ലോകനായിരിക്കുന്ന അങ്ങ് അറിഞ്ഞതായിരിക്കുന്ന ആ ആത്മജ്ഞാനം എൻ്റെ സംശയം നീങ്ങുന്ന വണ്ണം എനിക്ക് ഉപദേശം ചെയ്തു തരണം. മർത്യജന്മത്തിൻ ഫലം സിദ്ധിപ്പാൻ അനുഗ്രഹം. എന്തിനു വേണ്ടിയാ? ഞാൻ മനുഷ്യനായി ജനിച്ചതിൻ്റെ ഫലം എനിക്ക് സിദ്ധിക്കാൻ. മനനം ചെയ്യാൻ പ്രാപ്തിയുള്ളവനാ മനുഷ്യൻ. മനുഷ്യജന്മത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ചിന്തനം ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച്. മേലിൽ ദുഃഖം ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് വേണം മനുഷ്യനായി ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യാൻ? ചിന്തനം ചെയ്യാൻ. അല്ലാതെ മറ്റെന്തെങ്കിലും ചിന്തനം ചെയ്യാൻ ഏത് ജന്മം വേണ്ട? മനുഷ്യജന്മത്തിൻ്റെ ആവശ്യം ഇല്ല. മനുഷ്യജന്മമാണോ? ഇനി ഒരു ജന്മം ഉണ്ടാകാതിരിക്കാനുള്ള പരിശ്രമം ചെയ്യണം. അതിനു വേണ്ടി ചിന്തനം ചെയ്യണം. അതുകൊണ്ട് എനിക്ക് ഉപദേശം ചെയ്ത് തരണമെന്ന് പറഞ്ഞു. സത്വരമേവം വിതുരോക്തികൾ കേൾക്കായി അപ്പോൾ സ്നിഗ്ധചേതസാ മുഖരുദ്ധവരുക ചെയ്തു. ഇങ്ങനെ വിതുരര് പറഞ്ഞത് കേട്ടുടനെ ഉദ്ധവർ വിതുരരോട് പറയുകയാണ്, ഞാൻ അതിനേതും യോഗ്യനല്ല എന്നോട് അരുൾ ചെയ്താൻ ആനന്ദാംബുദ് കൃഷ്ണൻ ഇങ്ങ് കണ്ടു. എനിക്ക് ഉപദേശം ചെയ്ത സമയത്ത് ഭഗവാൻ കൃഷ്ണൻ എന്നോട് പറഞ്ഞു, ഈ ഉപദേശം മറ്റൊരാൾക്ക് ഉപദേശിക്കാൻ ഞാൻ യോഗ്യൻ അല്ല. മറക്കരുതാത്ത കാര്യമായത്. ഭഗവാന്റെ നയമാണിത്. അറിയാത്ത കാര്യം മറ്റൊരാൾക്ക് ഉപദേശിക്കരുത്. ഉദ്ധവർ ഇപ്പോൾ അറിഞ്ഞു. എങ്ങനെ? പരോക്ഷജ്ഞാനമുണ്ടായി. പരോക്ഷമായ അറിവ് ഭഗവാനിൽ നിന്നും ആർക്ക് കിട്ടി? ഉദ്ധവർക്ക്. ഇപ്പൊ പഞ്ചസാരയ്ക്ക് മധുരമാണെന്ന് കേട്ടറിവ്. ഇതാണ് പരോക്ഷമായ അറിവ്. ആ പരോക്ഷമായ അറിവുകൊണ്ട് സംശയം നിവർത്തിച്ചു. മനസ്സിലാകുന്നു? സംശയ നിവൃത്തി ഉണ്ടായി. ബ്രഹ്മമുണ്ടോ എന്നതിലുള്ള സംശയം നിവർത്തിച്ചു. ഞാനും ഈശ്വരനും രണ്ടാണ് എന്നുള്ള സംശയം എന്ത് ചെയ്തു? നിവർത്തിച്ചു. ഒന്നാണ് എന്ന് സിദ്ധാന്തം കൊണ്ടുവച്ചു. സംശയത്തിന് നിവൃത്തി ഉണ്ടായുള്ളൂ. പക്ഷെ അസംഭാവന, വിപരീത ഭാവന എന്ന് പറയുന്നത് ഇപ്പോഴും നിലനിൽക്കുക. ഇതെങ്ങനെ സംഭവ്യമാകും എന്നുള്ളത് ഇപ്പോഴും നിലനിൽക്കുക. ഒന്നേ ഉള്ളൂ എന്ന് അറിഞ്ഞിട്ടും പലതായിട്ട് വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വിപരീത ഭാവന നിലനിൽക്കുക. മനസ്സിലാകുന്നു? ആകെ അസംഭാവനയും വിപരീത ഭാവനയും നിലനിൽക്കുന്നിടത്തോളം കാലം മറ്റൊരാളെ ഉപദേശിക്കാൻ പാടുള്ളതല്ല. ആദ്യം ചെയ്യേണ്ടത് പരോക്ഷജ്ഞാനം കൊണ്ട് സിദ്ധമായിരിക്കുന്ന ഈ സംശയ നിവൃത്തിയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം? അസംഭാവനയും വിപരീത ഭാവനയും ഇല്ലാതാക്കാൻ വേണ്ടി മനന നിധിധ്യാസനം ചെയ്യണം. അന്തരംഗ സാധനയാണ് ശ്രവണം, മനനം, നിധിധ്യാസനം എന്ന് പറയുന്നത്. ഇതിൽ ശ്രവണം കൊണ്ട് ഗുരുമുഖത്ത് നിന്നും 6 വിധ ലിംഗങ്ങളോടുകൂടിയ ശാസ്ത്രത്തിന്റെ അധ്യയനം കൊണ്ട് സംശയം നിവർത്തിച്ചു. ഈശ്വരനുണ്ടോ എന്ന സംശയം നിവർത്തിച്ചു. ഈശ്വരനുണ്ടോ ചോദിച്ചാൽ എന്തുത്തരം പറയും? ഉണ്ടെന്നങ്ങനെ ഉറപ്പിച്ചങ്ങ് പറയാൻ പറ്റുമോ? പറ്റില്ല. ഉദാഹരണം പറഞ്ഞ, അതെ, വസ്ത്രമുണ്ടോ? ഇപ്പൊ ഞാൻ വസ്ത്രം എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറയാം, എടുത്തിട്ടുണ്ട്. ശരിയല്ലേ? അത് പറയാൻ പ്രേരിപ്പിച്ചത് ഏതാ? എന്തുകൊണ്ടാ അതങ്ങനെ പറയാൻ കാരണം? കണ്ടു. അപ്പൊ ഒരു വസ്തു ഉണ്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ കാണണം, അല്ലെങ്കിൽ കേൾക്കണം, അതല്ലെങ്കിൽ മണക്കണം,
അതല്ലെങ്കിൽ രുചിക്കണം, അതല്ലെങ്കിൽ തൊട്ടറിയണം. കണ്ടോ കേട്ടോ തൊട്ടോ മണത്തോ രുചിച്ചോ അറിയാൻ സാധിക്കാത്ത ഒന്നുണ്ട് എന്നെങ്ങനെ പറയും? ഈശ്വര ഭക്തന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന ഭൂരിപക്ഷം വരുന്ന ആളുകളും ചിന്തിക്കാത്ത ഒരു കാര്യമായിരുന്നു. ഈശ്വരൻ ഉണ്ട്. ഇത് ഉണ്ടെന്ന് പറയാൻ നിന്നെ പ്രേരിപ്പിച്ച ഘടകമേത? നീ കണ്ടിട്ടുണ്ടോ? നീ കേട്ടിട്ടുണ്ടോ? നീ തൊട്ടിട്ടും മണത്തിട്ടും രുചിച്ചിട്ടുമുണ്ടോ? നീ കണ്ടില്ല, നീ കേട്ടില്ല, നീ തൊട്ടില്ല, നീ മണത്തില്ല, നീ രുചിച്ചില്ലെങ്കിൽ എങ്ങനെ നിനക്കു പറയാൻ സാധിക്കും ഈശ്വരനുണ്ടോ? ചോദ്യന്യായമാണല്ലോ. നീ ഈശ്വരൻ ഉണ്ട് എന്നാ പറയുന്നെങ്കിൽ ഞാൻ പറയും, എന്റെ തൊട്ട് മുൻപിൽ ഒരു ആനയുണ്ട്, ഞാൻ ആനപ്പുറത്തായി ഇപ്പൊ ഇരിക്കുന്നതെന്ന് പറയും. അപ്പൊ നീ പറയും എനിക്ക് ഭ്രാന്താണ്, ഞാൻ പറയും നിനക്കും ഭ്രാന്താണ്. കാരണം ഞാൻ ആനപ്പുറത്തായി ഇരിക്കുന്നതെന്ന് ഞാൻ പറയുമ്പോ അല്ലെന്ന് നീ പറയാൻ കാരണം നീ ആനയെ കാണാത്തത് കൊണ്ടല്ലേ? ആണോ അല്ലേ? അതുപോലെ നീ ഈശ്വരൻ ഉണ്ട് എന്ന് പറയുമ്പോ ഞാൻ ആരെ കാണുന്നില്ല, നീ പറയുന്ന ഈശ്വരനെ കാണാത്തിടത്തോളം നിനക്കും ഭ്രാന്താന്ന് ഞാനും പറയും. ഇങ്ങനെ ഈ രണ്ട് ഭ്രാന്തന്മാർ അടികൂടാൻ തുടങ്ങിയിട്ട് കാലമെത്രയെന്നറിയില്ല. ഉണ്ടെന്നും ഇല്ലെന്നും പറയും. മനസ്സിലാകുന്നോ നിങ്ങൾക്ക്? ശ്രദ്ധിക്കേണ്ട വിഷയം. അതുകൊണ്ടാണ് ഈശ്വരനെ പ്രതിയുള്ള അറിവ് ഒരു വിശ്വാസമായിട്ടിരിക്കുന്നത്. ഈശ്വര വിശ്വാസികളാണ് എല്ലാവരും. ഈശ്വരനെ പ്രതി രണ്ട് വിശ്വാസമാണ് ഉള്ളത്. ഒന്നുണ്ടെന്നുള്ള വിശ്വാസവും ഒന്നില്ലെന്നുള്ള വിശ്വാസവും. ഈ രണ്ട് വിശ്വാസത്തെ നിലനിർത്തുന്ന ആളാണ് ആര്? ഈശ്വരൻ. ഉണ്ടെന്ന് പറയുന്നവർക്ക് ആ ഉണ്മയെ നിലനിർത്തി കൊടുക്കുന്നു. ഇല്ല എന്ന് പറയുന്നവർക്ക് ആ ഭാവവും നിലനിർത്തി കൊടുക്കാൻ ആര് വേണം? ഈശ്വരൻ. രണ്ടും വിശ്വാസം. ഇപ്പൊ തെങ്ങിന്റെ ഒരു തെങ്ങിൻ തൈനുണ്ട്. ഇതിൽ എന്തുണ്ടാകും? തേങ്ങ ഉണ്ടാകുമെന്ന വിശ്വാസം പറയുമോ? ഇല്ല. കാരണം അനുഭവമാണെന്ത്? തെങ്ങാണോ നട്ടതെങ്കിൽ എന്തേ ഉണ്ടാകൂ? ഇത് വിശ്വാസമാണ്. അതോ ഉറപ്പാണ്? ഉറപ്പാണ്. ഉറപ്പും വിശ്വാസവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. സ്പഷ്ടമാണ്. ആകയാൽ അറിയാത്തത് എന്ത് ചെയ്യരുത്? ഉപദേശിക്കരുത്. അതുകൊണ്ട് ആ വിതുരരോട് ഭഗവാൻ പറഞ്ഞത്, ബദരിയാശ്രമത്തിൽ ചെന്നിരുന്ന് എൻ്റെ തത്വത്തെ ചിന്തനം ചെയ്ത് നീ പരമപദത്തെ പ്രാപിക്കും.